ഇന്ന് ഹെയർ വാഷ് ഡേ ആണ്. ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ഞാൻ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് കോട്ടയ്ക്കലിൻ്റെ മാലത്യാദി എന്ന് പറഞ്ഞൊരു എണ്ണയാണ് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഹെയർ ഹെൽത്തി ആയിരിക്കാനൊക്കെ നല്ലതാണ്. അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടാവുന്ന ടൈമിൽ ഞാൻ ഒന്ന് ഡീപ്പ് ക്ലൻസിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ബയോ ഓയിലാണ്. ഇത് ഞാനങ്ങനെ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു ഡീപ്പ് ക്ലൻസിങ് വേണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലൻസിങ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. സോ ചൂടായ എണ്ണ വെച്ചിട്ട് ഹെയറിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ നോർമലി കൈ വെച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു സിലിക്കൺ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഓയിൽ കുറച്ച് നേരം ഇരിക്കണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് നാളായി ചെടിയുടെ ഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളവും പിന്നെ ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മുടെ പീസ്ലിലേക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിലും ഇതുപോലെ ഒരു ചെടി പറിച്ച് കളയേണ്ടി വന്നു. അതിൻ്റെ കട ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആകെ ഒരു കട മാത്രമേ ഹെൽത്തി ആയിട്ടുള്ളൂ. അതും ഇനി എന്താവെന്ന് അറിയില്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ അതിൽ കേടായൊരു ഭാഗം റിമൂവ് ചെയ്ത് കളയുകയാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഒന്നില്ലെങ്കിൽ ഓവർ വാട്ടറിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്നാണ്. അപ്പോൾ ഞാനൊരു 1 വീക്കായിട്ട് ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടായിരുന്ന കാരണം 1 വീക്ക് ഞാൻ വെള്ളം നനച്ചൊന്നുമില്ല. ബട്ട് സ്റ്റിൽ വേറെ ഒരു കട കൂടി ചീഞ്ഞു പോയി. അപ്പോൾ മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാനാണ് ചാൻസ്. ഈ ഒരു കട ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താവുന്നുള്ളത്. പിന്നെ ബാക്കി പ്ലാന്റുകളൊന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായതൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും ബാക്ക് ടു പ്ലേസിലേക്ക് വെച്ചിട്ടുണ്ട്.